അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പേര് പറയാം. ആനന്ദൻ. ആനന്ദൻ പുതുശ്ശേരിയിൽ നിന്ന് വരുന്നു. എനിക്ക് ആട്ടോ ആക്സിഡൻ്റ് ആയി. അതാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ബസ് ഡ്രൈവറാണ് ആള്. അപ്പം ആക്സിഡൻ്റ് ആയി. അപ്പം തന്നെ ഞാൻ വിളിച്ചു, കർത്താവെ ഏത് കാരണവശാലും എൻ്റെ അരയൊക്കെ പോയിരുന്നു, എൻ്റെ നട്ടലൊക്കെ പോയിരുന്നു, കിടന്നവിടെ കിടന്ന് ഞാൻ വിളിച്ചു, എന്നെ രക്ഷിക്കണേ പറഞ്ഞു. അപ്പം രക്ഷിച്ചു. അതുകൊണ്ട് എനിക്ക് ഒരു പ്രയാസമില്ല. ഇപ്പം പെയിൻ വന്നു, അച്ഛൻ പ്രാർത്ഥിച്ചു, അത് ഗുണമായി. 5450 ചാട്ടയടി വാങ്ങി എൻ്റെ കർത്താവുള്ളപ്പോൾ എനിക്കെന്താ? 5480 അടി ഏറ്റുവാങ്ങിയ കർത്താവിൻ്റെ ഞാനെന്തിനു പേടിക്കുന്നു? അക്രൈസ്തവൻ പറയാണ് 5480 അടി മേടിച്ചിട്ടുണ്ട്. ക്രൈസ്തവനുണ്ടോയെന്ന്, എത്ര അടി മേടിച്ചെന്ന് അല്ലേ, എത്ര പ്രാവശ്യം വീണെന്ന് ചോദിച്ചാൽ പറയും 3 പല പ്രാവശ്യം വീണിട്ടുണ്ട്. ആ മനുഷ്യൻ ഒരു അക്രൈസ്തവനാണ്. അവൻ ഈശോയെ രക്ഷകനും നാഥൻ. 5480 അടി നമുക്ക് വേണ്ടി ഈശോ നേടിയിട്ടുണ്ട്. എത്ര നാളായിട്ടുള്ള കൈവേദനയായിരുന്നു? 6 മാസമായിട്ട്. ആക്സിഡൻറ്റ് പറ്റിയിട്ട് എത്ര നാളെ? 6 മാസമായിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഓടിച്ചു പോകുമ്പോൾ അല്ലേ, ബാക്കിൽ വന്ന് ഇതൊരു സാധനം അടിച്ചു, അത് മറച്ചിട്ടു, എന്നിട്ട് ഷോൾഡർ പെയിൻ വന്നു. അപ്പം ഒറ്റ വിളിച്ചു അല്ലേ? ഞാൻ അവിടുന്ന് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ എനിക്ക് ബേജാറായി. നട്ടല് പോയോ? ബേജാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആയി. സിസ്റ്റർ വിളിച്ച് തൊടാൻ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇവിടെയൊക്കെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ശരി നീ പൊക്ക പറഞ്ഞു വിട്ടിട്ട് ഞാൻ അപ്പം തന്നെ എൻ്റെ വിളിച്ചു, എന്നെ രക്ഷിക്കണം, എനിക്കിനി മുതുക് പോയിട്ട് നടക്കാനിരിക്കാൻ പറ്റില്ല, എനിക്കിപ്പം എണീറ്റ് നടക്കണം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അല്ലേ, ആ വേദന ഉണ്ടായിരുന്നു. 6 മാസമുള്ള വേദനയാണ് കർത്താവ് സുഖപ്പെടുത്തി കർത്താവ് സൗഖ്യം. എല്ലാവരും